ഞാനൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേഷൻ പറയാൻ വേണ്ടി വന്നതാണ്. അതായത് നമ്മുടെ ഫോണിൻ്റെ ഡേറ്റയും കാര്യങ്ങളൊക്കെ വേറെ ഫോണിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട്, ലിങ്ക് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻസ് ഓണാക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അത് ആ ഐക്കൺ എനേബിളായി കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഡേറ്റ മിസ്സാവാനും ഹാക്കാവാനൊക്കെ സാധ്യത കൂടുതലാണ്, പോസിബിലിറ്റിയാണ്. അപ്പോൾ അതെങ്ങനെ ഓഫാക്കാം, അത് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നേരെ അത് ഫസ്റ്റ് നമ്മൾ സെറ്റിങ്സിൽ പോവാം. നമ്മൾ സെറ്റിങ്സിൽ ഗൂഗിൾ എടുക്കാം. ഗൂഗിളിൽ ഓൾ സർവീസ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ട് അതിനകത്ത് ക്രോസ് ഡിവൈസ് സർവീസ് ഈ ഐക്കൺ അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഇപ്പോൾ യൂസ് ക്രോസ് ഡിവൈസ് സർവീസ് അത് എനേബിളായിട്ടാണ് കിടക്കുന്നത്. എൻ്റെ ഫോണിൽ എനേബിളായിട്ടാണ് കിടക്കുന്നത്. അത് നമ്മൾ ഓഫ് ചെയ്തിടുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിനാണ് എനേബിൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതർ ഡിവൈസായിട്ട് സിങ്ക്, അതായത് നമ്മുടെ ഫോൺ വേറെ ഫോണായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഫോണിൻ്റെ ഡേറ്റ കാര്യങ്ങളൊക്കെ മാറ്റുന്നതിന് നമുക്കൊരു ഫീച്ചറായിട്ടാണ് അത് കൊടുത്തേക്കണത്. പക്ഷെ അത് നമുക്ക് ശരിക്കും ഒരു പണിയാവാൻ സാധ്യതയുള്ള സംഭവമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് എനേബിളായി കിടക്കുന്നിടത്തോളം കാലം നമ്മുടെ ഫോൺ ആക്സസ് എന്തെങ്കിലും ഹാക്ക് ആവുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ, ഡാറ്റ കാര്യങ്ങളൊക്കെ മിസ്സാവാനും വേറെ ആൾക്ക്, തേർഡ് പാർട്ടി ടീമിന് കിട്ടാനും അവൈലബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളത് ഡിസേബിൾ ചെയ്തിടുന്നതാണ് ഏറ്റവും ബെറ്റർ. കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റയും കോൺടാക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട്, ഒരു പോസിബിലിറ്റിയാണ്. അത് ഉപകാരമുള്ള ഫീച്ചറായിട്ടാണ് കൊടുത്തേക്കണേ. പക്ഷേ ചിലപ്പോൾ നമുക്കതൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഡിവൈസ് ഇതൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കണേ, അതായത് ഓഫാക്കി ഇടുന്നതാണ് നല്ലത്. അതായത് ഇത് ഓൺ കണ്ടീഷൻ, ഇത് ഓഫ് കണ്ടീഷൻ, ഈ കണ്ടീഷനിൽ ഇട്ട് വെക്കണതാണ് ബെറ്റർ. ഓക്കെ, താങ്ക് യു.